നമസ്കാരം കൂട്ടുകാരെ. 2017 പുറത്തിറങ്ങിയ ഒരു ആക്ഷൻ ത്രില്ലർ ചലച്ചിത്രം ദ ഫോറിനർ, അതിന്റെ കഥയാണ് സിനിമാ കഥയിലൂടെ ഇന്ന് നിങ്ങൾ കേൾക്കാനായി പോകുന്നത്. കഥ ആരംഭിക്കുന്നത് ഇംഗ്ലണ്ടിലെ ലണ്ടനിലാണ്. ക്വാൻ എന്ന വ്യക്തിയെ നമ്മൾ പരിചയപ്പെടുന്നു. അദ്ദേഹം വിയറ്റ്നാം യുദ്ധത്തിലൊക്കെ പങ്കെടുത്തിട്ടുള്ള ഒരു പോരാളിയാണ്. ഇപ്പോൾ ഒരു ചൈനീസ് റെസ്റ്റോറന്റ് ഒക്കെ നടത്തി ജീവിച്ചുകൊണ്ടിരിക്കുന്നു. അദ്ദേഹം അന്ന് തന്റെ മകൾ ഫാനിനെ പിക്ക് ചെയ്യാൻ വേണ്ടി പോവുകയായിരുന്നു. നെയ്റ്റ്സ് ബ്രിഡ്ജ് എന്ന ഒരിടത്തു നിന്നും ഫാനിന് ഒരു ഡ്രസ് എടുക്കാനുണ്ട്. അതുകൊണ്ട് കാർ അവർ അങ്ങോട്ടേക്ക് തിരിച്ചുവിട്ടു. ക്വാൻ പാർക്ക് ചെയ്യുമ്പോഴേക്കും താൻ പോയി ഡ്രസ് വാങ്ങാം എന്ന് പറഞ്ഞ് മകൾ ഫാൻ ഡ്രസ് ഷോപ്പിനകത്തേക്ക് പോയി. ക്വാനാണെങ്കിൽ കാർ പാർക്ക് ചെയ്യാൻ ശ്രമിക്കുമ്പോഴേക്ക് അങ്ങോട്ടേക്കൊരു പയ്യൻ വന്ന് ഒരു ബൈക്ക് പാർക്ക് ചെയ്തിരുന്നു. ഡ്രസ് ഷോപ്പിനും ഒരു ബാങ്കിനും ഇടയിലായിട്ടായിരുന്നു അയാൾ ആ ബൈക്ക് പാർക്ക് ചെയ്തത്. പാർക്ക് ചെയ്യാൻ ക്വാൻ കാർ പിന്നോട്ടെടുത്ത് കുറച്ചു സമയം പിന്നിട്ടതും ഡ്രസ് ഷോപ്പിന് മുമ്പിൽ പാർക്ക് ചെയ്തിരുന്ന ബൈക്ക് ഉഗ്ര ശബ്ദത്തിൽ പൊട്ടിത്തെറിക്കുകയായിരുന്നു. ആ ബൈക്കിൽ ആരോ ബോംബ് പിടിപ്പിച്ചിരുന്നു. നിരവധി ജനങ്ങൾക്ക് ശക്തമായ പരിക്ക് പറ്റി. കുറെ പേർ കൊല്ലപ്പെടുകയും ചെയ്തു. പരിക്കേറ്റ് വീണ ക്വാനാകട്ടെ ചാടി എഴുന്നേറ്റ് ഡ്രസ് ഷോപ്പിനകത്തുണ്ടായിരുന്ന മകളെ നോക്കുവാൻ അങ്ങോട്ടേക്ക് നീങ്ങി. നിർഭാഗ്യവശാൽ അയാളുടെ മകൾ ഫാനടക്കം 11 പേർ അന്ന് കൊല്ലപ്പെട്ടു. 36 പേർക്ക് സാരമായ പരിക്കുകൾ പറ്റി. വൈകാതെ അവിടുത്തെ ഒരു പത്രം ഓഫീസിലേക്ക് ഒരു ഫോൺ കോൾ വരുന്നു. തങ്ങൾ ഒതന്റിക് കയ്യാറെ എന്ന ഗ്രൂപ്പിലെ മെമ്പേഴ്സ് ആണെന്നും തങ്ങളാണ് സ്ഫോടനത്തിന് പിന്നിലെന്നും അവർ അവരെ അറിയിക്കുകയാണ്. തുടർച്ചയായി ഇനിയും ബോംബിങ്ങുകൾ ഉണ്ടാകും എന്നും അയാൾ പറയുന്നുണ്ട്. വാർത്ത ന്യൂസ് ഓഫീസിലെ ബോസിന്റെ അടുത്തേക്ക് എത്തുന്നു. ബോസ് വല്ലാതെ പരിഭ്രാന്തനാകുന്നുണ്ട്. ഉടനടി അങ്ങോട്ടേക്ക് പോയി നടന്ന സംഭവങ്ങൾ കവർ ചെയ്യാൻ അദ്ദേഹം ഒരു ജേർണലിസ്റ്റിനെ ഏർപ്പാടാക്കുകയാണ്. ഇയാൻ വുഡ് എന്നൊരു ജേർണലിസ്റ്റ് ചിത്രങ്ങൾ എടുക്കുവാനും വിവരശേഖരണത്തിനും സ്ഫോടനം നടന്ന ഇടത്തേക്കെത്തി. അവിടെ വെച്ച് തന്റെ മക്കളുടെ മൃതശരീരവും കെട്ടിപ്പിടിച്ച് പൊട്ടിക്കരഞ്ഞുകൊണ്ടിരിക്കുന്ന ക്വാനെ അയാൾ കാണുന്നുണ്ട്. ടിവിയിൽ വാർത്ത വരാൻ തുടങ്ങിയതോടെ ഒതന്റിക് കയ്യാറെ തീവ്രവാദികൾ അല്പം ടെൻസ്ഡ് ആകുന്നുണ്ട്. എത്രയും വേഗം തങ്ങൾ എവിടെ നിന്ന് പോകണം എന്ന് കൂട്ടത്തിൽ ഒരാൾ പറയുന്നു. പോലീസുകാർ ഐറിഷ് സിറ്റിസൺസിനെ ടാർഗറ്റ് ചെയ്ത് അന്വേഷണം ആരംഭിക്കുമെന്നും നമ്മളെ പിടികൂടുമെന്നും ചിലർ ആശങ്കപ്പെടുമ്പോൾ കൂട്ടത്തിലെ ലീഡർ പറഞ്ഞു, നമ്മളിപ്പോൾ ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ചാലാണ് പോലീസിന് സംശയം തോന്നുകയും നമ്മളെ പിടികൂടുകയും ചെയ്യുക. അതുകൊണ്ട് തന്നെ നമ്മളിവിടെ തുടരുന്നതായിരിക്കും സേഫ് ആയിട്ടുള്ളത്. സംഭവം ചുരുക്കി പറയാം, IRA എന്നത് പ്രൊഫഷണൽ IRA ആർമിയിൽ നിന്ന് വിട്ടുപോയ കുറച്ച് തീവ്ര വിഭാഗമാണ്. ഐറിഷ് എന്ന രാജ്യത്തിന് മേലുള്ള ബ്രിട്ടീഷ് അധികാരം എടുത്തുകളയണം, ഐറിഷ് ജനങ്ങൾക്ക് സ്വാതന്ത്ര്യം വേണം എന്ന് വാദിക്കുന്ന ഗ്രൂപ്പ്. കഥ അവിടെ നിന്നും നോർത്തേൺ അയർലൻഡിലെ ബെൽഫാസ്റ്റിലേക്ക് തിരിയുന്നു. ഐറിഷ് ഡെപ്യൂട്ടി മിനിസ്റ്റർ ലിയാം ഹെന്നസി തന്റെ മിസ്ട്രസായ മാഗിക്കൊപ്പം അന്ന് കിടക്ക പങ്കിട്ട് കിടക്കുകയായിരുന്നു. പുലർച്ചെ ഭാര്യ മേരിയിൽ നിന്നും ഹെന്നസിക്ക് കോൾ വരികയാണ്. ലണ്ടനിൽ നടന്ന തീവ്രവാദ ആക്രമണത്തെ പറ്റിയും അത് ഒതന്റിക് കയ്യാറെ എന്ന് പറയുന്ന ഗ്രൂപ്പ് ഏറ്റെടുത്തതിനെ പറ്റിയും ആശങ്കയോടെ മേരി ഹെന്നസിയോട് പറയുന്നുണ്ട്. ഹെന്നസി എവിടെയാണ് എന്ന് ചോദിക്കുകയും ചെയ്യുന്നു. ഹെന്നസിയോട് ഇതൊക്കെ ചോദിക്കുന്നതിന് പിന്നിൽ കാര്യമുണ്ട്. കാര്യം ഹെന്നസി ഒരു ഐറിഷ് ഡെപ്യൂട്ടി മിനിസ്റ്ററും മാത്രമല്ല മുൻ IRA മെമ്പറുമാണ്. ഹെന്നസി പിന്നാലെ ബ്രിട്ടീഷ് പൊളിറ്റീഷ്യനായ കാതറിൻ ഡേവിസുമായി സംസാരിക്കുന്നു. യഥാർത്ഥ കുറ്റവാളികളെ പിടികൂടുന്നവരെ അതിൽ തനിക്കൊരു അഭിപ്രായവും പറയാൻ സാധിക്കില്ല എന്ന് ഹെന്നസി കാതറിനെ അറിയിക്കുകയാണ്. രണ്ട് കൂട്ടർക്കുമിടയിൽ രക്തച്ചൊരിച്ചിലിന്റെ രൂക്ഷമായൊരു ചരിത്രം തന്നെയുണ്ട്. ഹെന്നസി കാതറിനോടൊരു കാര്യം പറഞ്ഞു, നിങ്ങൾക്ക് എന്റെ സഹായം വേണമെങ്കിൽ നിലവിൽ ബ്രിട്ടീഷ് കസ്റ്റഡിയിലുള്ള തന്റെ കുറച്ച് IRA മെമ്പേഴ്സിന് റോയൽ പാർഡൻ കൊടുക്കണം എന്നായിരുന്നു അത്. ഹെന്നസി ആയിരുന്നു ഒറിജിനൽ IRA ഗ്രൂപ്പിന്റെ തലവൻ. അവരുടെ IRA ഗ്രൂപ്പിൽ നിന്ന് വിട്ടുപോയ ചില തീവ്ര വിഭാഗക്കാരാണ് നിലവിൽ ഒതന്റിക് IRA എന്ന പേരിൽ തീവ്രവാദ ആക്രമണം നടത്തിയിരിക്കുന്നത്. അതുകൊണ്ടാണ് ബ്രിട്ടീഷ് പൊളിറ്റീഷ്യനായ കാതറിൻ ഹെന്നസിയുടെ സഹായം ചോദിക്കുന്നതും. ഹെന്നസി ശേഷം തങ്ങളുടെ പാർട്ടിയിലെ പൊളിറ്റീഷ്യൻസിനെയും മുൻ IRA മെമ്പേഴ്സിനെയും കാണുന്നു. സ്ഫോടനത്തിന് കാരണക്കാരായവർ ആരെന്ന് കണ്ടെത്തണം എന്നൊക്കെ അവിടെ വെച്ച് ഹെന്നസി പറയുന്നുണ്ട്. തങ്ങളുടെ IRA പേര് വെച്ച് ഇത്തരത്തിൽ സ്ഫോടനം നടത്തുന്നവർക്ക് പിന്നിൽ എന്തൊക്കെയോ ഗൂഢലക്ഷ്യങ്ങൾ ഉണ്ടാകുമെന്നും അത് തങ്ങളുടെ പൊളിറ്റിക്കൽ കരിയറിനെ വരെ ബാധിച്ചേക്കും എന്നുമൊക്കെ ഹെന്നസി വറീഡാകുന്നുമുണ്ട്. ഇതേസമയം ക്വാൻ തിരികെ വീട്ടിലേക്ക് എത്തിയിരുന്നു. തന്റെ മകളുടെ മുറിയിലെത്തിയ ക്വാൻ മകളെയോർത്ത് ഏറെ തകർന്ന അവസ്ഥയിൽ കാണപ്പെട്ടു. വൈകാതെ 2 ഡിറ്റക്റ്റീവുകൾ കുവാനെ കാണാനെത്തുകയാണ്. കുവാൻ ആ സമയം ഡിറ്റക്റ്റീവുകൾ സ്ഫോടനത്തിന്റെ കാരണക്കാരെ കണ്ടെത്തുമോ എന്ന് ചോദിക്കുന്നുണ്ട്. തീർച്ചയായും കണ്ടെത്തും എന്നായിരുന്നു അവരുടെ മറുപടി. കഥ അവിടെ നിന്നും കൗണ്ടർ ടെററിസം കമാൻഡ് ഓഫീസിലേക്ക് തിരിയുന്നു. ലണ്ടനിലാണ് അത് പ്രവർത്തിക്കുന്നത്. സ്ഫോടന ദൃശ്യങ്ങൾ അവിടുത്തെ സ്റ്റാഫ് പരിശോധിക്കുകയായിരുന്നു. അവിടുത്തെ കമാൻഡറായ ബ്രോംലിക്ക് ആ സമയം റിസപ്ഷനിൽ നിന്നും ഒരു കോൾ വരികയാണ്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഒരാൾ റിസപ്ഷനിൽ വന്ന് സ്ഥിരം വെയിറ്റ് ചെയ്യുന്നുണ്ട് എന്ന് റിസപ്ഷനിസ്റ്റ് പറഞ്ഞു. ബ്രോംലി
ബ്രോംലിയെ കാണണം എന്നതാണ് അയാളുടെ ആവശ്യം. ബോംബിങ്ങിനെ പറ്റിയുള്ള വിവരങ്ങളും അറിയണം. അതോടെ ബ്രോംലി അയാളെ കാണാൻ തീരുമാനിക്കുന്നു. അത് കുവാനായിരുന്നു. കുവാനും ബ്രോംലിയും മീറ്റിംഗ് റൂമിലിരുന്ന് സംസാരിച്ചു. തന്റെ സമ്പാദ്യമായിട്ടുള്ള മുഴുവൻ പണവും തീവ്രവാദികളുടെ പേര് പറഞ്ഞു തരാൻ വേണ്ടി ബ്രോംലിക്ക് കൈക്കൂലി കൊടുക്കുവാൻ വരെ കുവാൻ ശ്രമിക്കുന്നുണ്ട്. ബ്രോംലി പക്ഷെ അത് സ്വീകരിച്ചില്ല. ഇതുവരേക്കും ആവശ്യത്തിനു വേണ്ട വിവരങ്ങൾ തങ്ങൾക്ക് കിട്ടിയിട്ടില്ല എന്നായിരുന്നു ബ്രോംലി മറുപടി പറഞ്ഞത്. ആ സമയം കുവാനെപ്പറ്റി മറ്റു ചില വിവരങ്ങൾ കൂടി നമ്മൾ മനസ്സിലാക്കുന്നു. പണ്ട് അഭയാർത്ഥിയായി രക്ഷപ്പെട്ട് ഓടിക്കൊണ്ടിരിക്കെ തായ് പൈറേറ്റുകളാൽ ആക്രമിക്കപ്പെട്ട് കുവാന്റെ 2 പെൺമക്കൾ പീഡിപ്പിച്ച് കൊല്ലപ്പെട്ടിരുന്നു. മാത്രമല്ല അവരുടെ ഇളയ മകൾ ഫാൻ ജനിക്കുന്ന സമയത്ത് ഭാര്യ മരണപ്പെടുകയും ചെയ്തു. അന്നു മുതൽ ഫാൻ മാത്രമായിരുന്നു കുവാന്റെ ലോകം. ആ മകളാണ് ഇപ്പോൾ കൊല്ലപ്പെട്ടിരിക്കുന്നത്. കുവാനാകെ തകർന്ന രീതിയിൽ തന്നെ കാണപ്പെട്ടു. അങ്ങനെയിരിക്കെ ലാം എന്ന കുവാന്റെ ഫ്രണ്ട് അവനെ കാണാനെത്തുകയാണ്. അവനെ ആശ്വസിപ്പിക്കാനും സമാധാനിപ്പിക്കാനും ഒക്കെ ലാം ശ്രമിക്കുന്നുണ്ടെങ്കിലും കുവാൻ ഒന്നിനും സാധിക്കുന്നുണ്ടായിരുന്നില്ല. പാസ്റ്റ് വിട്ടുകളയാനൊക്കെ ലാം അവനെ ഉപദേശിച്ചെങ്കിലും തന്റെ മകളെ കൊന്നവർക്കെതിരെ പ്രതികാരം തീർക്കണം എന്നു മാത്രമായിരുന്നു കുവാന്റെ മനസ്സിൽ ഓടിക്കൊണ്ടിരുന്നത്. താൻ ചില കാര്യങ്ങൾക്കു വേണ്ടി പോവുകയാണെന്നും അതുവരെ തന്റെ റെസ്റ്റോറന്റ് നോക്കി നടത്താൻ കുവാൻ ലാമിനെ ഏൽപ്പിച്ചു. താൻ മനസ്സിലാക്കിയ ചില കാര്യങ്ങൾ വെച്ച് അടുത്ത ദിവസം നോർത്തേൺ അയർലൻഡിലേക്ക് കുവാൻ ട്രാവൽ ചെയ്യുകയാണ്. ഹെന്നസിയുടെ ഓഫീസിലേക്ക് അയാൾ എത്തിച്ചേർന്നു. ഹെന്നസിയെ കാണണം എന്ന ആവശ്യം ഉന്നയിച്ചു. പക്ഷേ ആദ്യമേ തന്നെ ഹെന്നസിയുടെ സെക്രട്ടറി കുവാനെ പുറത്താക്കാനായിരുന്നു ശ്രമിച്ചത്. സെക്യൂരിറ്റി കുവാന്റെ ബാഗ് പരിശോധിച്ചപ്പോൾ അതിൽ നിന്നും ഒരു ആർമി സ്വിസ് നൈഫ് അവർ കണ്ടെടുക്കുകയാണ്. അതോടെ കുവാന്റെ സ്ഥാനം മനസ്സിലാക്കിയവർ ഹെന്നസിയെ മീറ്റ് ചെയ്യുവാൻ ഒരു അവസരം കുവാന് കൊടുക്കുന്നു. കുവാൻ ഹെന്നസിക്ക് മുമ്പിലെത്തി. ഹെന്നസിയുടെ IRA കണക്ഷൻസിന്റെ അതിൽ ഹെന്നസി എത്രമാത്രം പ്രൗഡാണ് എന്ന തരത്തിലൊക്കെ വന്നൊരു പത്രവാർത്ത ഹെന്നസിയെ കാണിച്ച് ബോംബിങ്ങിനെ പറ്റിയുള്ള വിവരങ്ങൾ അറിയാമോ എന്ന് ഹെന്നസിയോട് കുവാൻ തിരക്കുന്നു. തനിക്ക് അവരൊന്നുമായി ഒരു ബന്ധവുമില്ലെന്നും ആരാണ് ബോംബിട്ടതെന്ന് അറിയില്ലെന്നുമായിരുന്നു ഹെന്നസി കുവാനടുക്കൽ പറഞ്ഞത്. പക്ഷേ ഹെന്നസിയുടെ പെരുമാറ്റവും മറുപടിയും ഒന്നും കുവാനെ തൃപ്തിപ്പെടുത്തുന്നില്ല. ഹെന്നസിക്കൊക്കെ അറിയാമെന്നും മറച്ചുവെക്കുകയാണെന്നും കുവാന് തോന്നിയിരുന്നു. അതുകൊണ്ട് തന്നെ ആ ബിൽഡിങ്ങിലെ ഒരു ബാത്റൂമിലേക്ക് കയറിയ കുവാൻ തന്റെ കയ്യിലുള്ള നാടൻ വസ്തുക്കൾ ഉപയോഗിച്ച് ഒരു ബോംബ് സെറ്റ് ചെയ്യുകയാണ്. ശേഷം അവിടെ നിന്നിറങ്ങുമ്പോൾ ആ ബോംബ് കുവാൻ സ്ഫോടനത്തിന് വിധേയമാക്കുന്നു. ഹെന്നസിയെ ഒന്ന് ഭീതിപ്പെടുത്തുക എന്നതായിരുന്നു കുവാന്റെ ലക്ഷ്യം. ഒരു വാണിംഗ് പോലെ ഹെന്നസിയുടെ കാറിലും ഒരു ഡമ്മി ബോംബ് കുവാൻ വെക്കുന്നുണ്ട്. ശേഷം വീണ്ടും ഹെന്നസിയെ ഫോൺ ചെയ്ത കുവാൻ ബോംബ് വെച്ച തീവ്രവാദികളുടെ പേര് ആവശ്യപ്പെടുന്നു. പക്ഷേ അപ്പോഴും തനിക്ക് അവരെ അറിയില്ല എന്ന നിലപാടായിരുന്നു ഹെന്നസി തുടർന്നത്. ഇതിനെ തുടർന്ന് ഷാൻ മോറിസൺ എന്ന പേരുള്ള തന്റെ നെഫ്യൂവിനെ ഹെന്നസി കോണ്ടാക്ട് ചെയ്യുകയാണ്. ന്യൂയോർക്കിലുള്ള അവനോട് എത്രയും വേഗം ലണ്ടനിലെത്താൻ ഹെന്നസി പറയുന്നു. ബോംബേഴ്സിനെ കണ്ടെത്താൻ അവന്റെ ആവശ്യം തനിക്കിപ്പോൾ ഉണ്ടെന്നും ഹെന്നസി വ്യക്തമാക്കുന്നുണ്ട്. ഒരു കാര്യം വ്യക്തമാവുകയായിരുന്നു. മോറിസൺ ഒരു പഴയകാല റോയൽ ഐറിഷ് റെജിമെന്റ് സോൾജിയർ ആയിരുന്നു. മാത്രമല്ല അയാൾ ഒരു സ്കിൽഡ് ട്രാക്കറും കൂടിയാണ്. ആളുകളെ തിരഞ്ഞു കണ്ടെത്താൻ പ്രത്യേക കഴിവുള്ള വ്യക്തി. കുവാൻ തനിക്കൊരു വെല്ലുവിളിയാകുമെന്ന് കണ്ടതും ഹെന്നസി തന്റെ IRA മെമ്പേഴ്സിനോട് കുവാനെ ഒരു പാഠം പഠിപ്പിക്കാൻ പറയുകയാണ്. കുവാൻ റെന്റിനെടുത്ത് താമസിക്കുന്ന അപ്പാർട്ട്മെന്റിലേക്ക് ഹെന്നസിയുടെ ആളുകൾ അതിക്രമിച്ചു കയറുന്നു. കുവാനെ ആക്രമിക്കുന്നു. അവിടെ ശക്തമായൊരു പോരാട്ടം നടക്കുകയാണ്. പക്ഷേ മികച്ച കഴിവുകളുള്ള കുവാനാകട്ടെ അവർക്കെതിരെ എതിരിടുകയും ഒടുവിൽ അവിടെ നിന്നും ഓടി രക്ഷപ്പെടുകയും ചെയ്യുകയാണ്. പരാജയപ്പെട്ട ആളുകൾ ഹെന്നസിയുടെ മുമ്പിലെത്തി. അത്രയും പ്രായമേറിയ ഒരു ഏഷ്യന്മാനെ കീഴ്പ്പെടുത്താൻ നിങ്ങൾക്ക് കഴിവില്ലാണ്ട് പോയല്ലോ എന്ന് പറഞ്ഞ് ഹെന്നസി തന്റെ ഗുണ്ടകളോട് വലിയ തോതിൽ ദേഷ്യപ്പെടുന്നുണ്ട്. പക്ഷേ തന്റെ മേൽ ആക്രമണം കൂടി നടന്നതോടെ ഹെന്നസിക്ക് ഇതിൽ കാര്യമായി എന്തോ പങ്കുണ്ട് എന്ന് കുവാൻ ഊഹിക്കാനും തിരിച്ചറിയാനും ആരംഭിക്കുന്നു. അതോടെ ഹെന്നസിയെ കൂടുതൽ കുവാൻ വാച്ച് ചെയ്യാൻ തുടങ്ങുകയാണ്. ഒരു ദിവസം റെസ്റ്റോറന്റിൽ രഹസ്യമായി തന്റെ വെപ്പാട്ടിയുമായി സമയം ചിലവിടുന്ന ഹെന്നസിയെ കുവാൻ കാണുന്നുണ്ട്. മിസ്ട്രസ് മാഗിയെ കിസ് ചെയ്യുന്ന ഹെന്നസിയുടെ ഫോട്ടോയടക്കം കുവാൻ പകർത്തിയെടുക്കുന്നു. പിന്നാലെ ആ ഫോട്ടോ ഹെന്നസിയുടെ ഫോണിലേക്ക് കുവാൻ അയച്ചു കൊടുക്കുകയാണ്. ആ ഫോട്ടോ പുറത്തു വന്നാൽ ഹെന്നസിയുടെ രാഷ്ട്രീയ ജീവിതം തന്നെ അവതാളത്തിലാകും, ദുരിതത്തിലാകുമെന്നൊരു വാണിംഗും അതിലുണ്ടായിരുന്നു. കാര്യങ്ങൾ കൂടുതൽ വഷളാവുകയാണ് എന്ന് കണ്ടതും ഹെന്നസി എന്ന വീട്ടിലേക്കെത്തി. ഭാര്യ മേരിയോട് നമ്മൾ കുറച്ചുനാൾ നമ്മുടെ നാട്ടിലെ വീട്ടിലേക്ക് പോകാൻ പോവുകയാണ് എന്ന് പറഞ്ഞ സാധനങ്ങൾ പാക്ക് ചെയ്യാൻ ആവശ്യപ്പെട്ടു. വൈകാതെ അവർ നാട്ടുംപുറത്തുള്ള ഹെന്നസിയുടെ വീട്ടിലേക്കും എത്തിച്ചേരുകയാണ്. പക്ഷേ അപ്പോഴേക്കും കുവാനും അങ്ങോട്ടേക്ക് എത്തിച്ചേർന്നിരുന്നു. അവിടെ മറഞ്ഞു താമസിച്ച് ഹെന്നസിയെ ഭീതിപ്പെടുത്താനും മറ്റും വേണ്ടി പല കാര്യങ്ങളും കുവാൻ സെറ്റപ്പ് ചെയ്യുകയായിരുന്നു. അന്ന് രാത്രിയിൽ ഹെന്നസിയുടെ വീടിനോട് ചേർന്ന കുതിരലായത്തിൽ കുവാൻ ഒരു സ്ഫോടനം തന്നെ നടത്തി. അത് ഹെന്നസിയെ അല്പം ഭയപ്പെടുത്തുന്നുണ്ട്. വൈകാതെ തന്നെ ഹെന്നസിയുടെ ഭാര്യ മേരി
തന്റെ ഭർത്താവിന്റെ അവിഹിത ബന്ധങ്ങളെപ്പറ്റി തിരിച്ചറിയുകയാണ്. മേരിയെ അത് കൂടുതൽ ക്ഷുഭിതയാക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ലണ്ടനിലേക്ക് പോയി തന്റെ മക്കളുടെ കൂടെ കുറച്ചുനാൾ ചെലവഴിക്കാൻ മേരി ചിന്തിക്കുന്നു. ആ സമയമായിരുന്നു അങ്ങോട്ടേക്ക് മോറിസൺ എത്തുന്നത്. മോറിസൺ ഒരു ഫോൺ കോൾ വരുന്നു. ഫോൺ ചെയ്യുന്നത് സ്കോട്ടിഷ് കമാൻഡറായ ബ്രോംലി ആയിരുന്നു. ബ്രോംലിയും മോറിസണും പഴയ കൊളീഗ്സ് ആണ്. ബ്രിട്ടീഷ് ആർമിയിൽ അവരൊന്നിച്ച് വർക്ക് ചെയ്തിരുന്നു. മോറിസണുമായി ഹെന്നസിയും ബോംബേഴ്സും ഒക്കെ ഉൾക്കൊള്ളുന്ന കാര്യങ്ങൾ മറച്ചു പിടിക്കാനും ഇനി ബോംബ് വെക്കുന്നത് തടയാനും വേണ്ടി മോറിസണുമായി ഒരു ഡീലുണ്ടാക്കുന്നു. അന്ന് ഉച്ചതിരിന് തന്നെ വന്ന് മീറ്റ് ചെയ്യുവാനും ബ്രോംലി മോറിസണോട് ആവശ്യപ്പെടുകയാണ്. മേരിക്കൊപ്പം ഒന്നിച്ചുള്ള സമയത്ത് ഹെന്നസിയുടെ ഭാര്യ മേരി മോറിസണോട് തന്റെ ഉള്ളിൽ ഭർത്താവിനോടുള്ള ഒരു നീരസത്തെപ്പറ്റി പറയുന്നുണ്ട്. 6 കൊല്ലങ്ങൾക്ക് മുമ്പ് മേരിയുടെ ബ്രദർ ഒരു തീവ്ര ഗ്രൂപ്പിനാൽ കൊല്ലപ്പെട്ടിരുന്നു. അന്ന് കൊലപാതകങ്ങൾ ആരാണെന്ന് കൃത്യമായി ഹെന്നസിക്ക് വിവരം ലഭിച്ചിട്ടും ഹെന്നസി അവർക്കെതിരെ ഒരു നടപടിയോ പ്രതികാരമോ ചെയ്തില്ല. തന്റെ രാഷ്ട്രീയ പദവിക്കും മറ്റും വേണ്ടി അയാൾ അത് കണ്ണടയ്ക്കുകയായിരുന്നു. അധികം വൈകാതെ ഹെന്നസിയുടെ കൺട്രി ഹൗസിന് മുമ്പിൽ ക്വാൻ മറ്റൊരു സ്ഫോടനം കൂടി നടത്തുന്നു. അവിടുണ്ടായിരുന്ന ഹെന്നസിയുടെ ആളുകൾ അതോടെ കുവാനെ ചേസ് ചെയ്യുകയാണ്. കാടിനകത്തേക്ക് കയറി ഓടി രക്ഷപ്പെടാൻ കുവാൻ ശ്രമിച്ചു. ഹെന്നസിയുടെ ആളുകൾ പാഞ്ഞെത്തി. പക്ഷെ ഒരു ഘട്ടം കഴിഞ്ഞതും കുവാൻ ട്രാപ്പുകളൊക്കെ ഒരുക്കി ഹെന്നസിയുടെ ആളുകളെ എതിരിടുകയാണ്. പക്ഷെ ഒരു ഘട്ടത്തിൽ ഹെന്നസിയുടെ ഒരാളിൽ നിന്നും കുവാന്റെ ഷോൾഡറിൽ ഒരു വെടിയുണ്ട ഏൽക്കുന്നുണ്ട്. അവശതയിലായ കുവാൻ ഒരു മരത്തിനു മറവിൽ മറഞ്ഞിരുന്നു. പിന്നീട് ഏവരും മടങ്ങിപ്പോയി സുരക്ഷിതനായപ്പോൾ മൂർച്ചയേറിയ ഒരു കത്തി ഉപയോഗിച്ച് അത് ചൂടാക്കി ബുള്ളറ്റ് പുറത്തെടുക്കാൻ കുവാൻ സ്വയം ശ്രമിച്ചു. പക്ഷേ വല്ലായ്മ കൊണ്ട് വേദന കൊണ്ട് പൊളഞ്ഞ് മോഹാലസ്യപ്പെട്ട് അയാൾ വീണുപോവുകയാണ്. കഥ അവിടെ നിന്നും ഹെന്നസിയുടെ മിസ്ട്രസായ മാഗിയിലേക്ക് തിരിയുന്നു. മാഗി ലണ്ടനിലേക്ക് എത്തിച്ചേർന്നിരുന്നു. മാഗി അവിടെ സ്വീകരിക്കാൻ ബൈക്കിൽ ഒരു വ്യക്തി എത്തി. കൃത്യമായി പറഞ്ഞാൽ സ്ഫോടനം നടത്തിയ ഒതന്റിക് IRA ഗ്രൂപ്പിലെ വ്യക്തിയായിരുന്നു അത്. അവിടെ വെച്ചിട്ടാണ് ഒരു കാര്യം വ്യക്തമാകുന്നത്. യാഥാർത്ഥ്യത്തിൽ ഹെന്നസിയുടെ കൂടെ കഴിയുന്ന അവന്റെ വെപ്പാട്ടിയായിട്ടുള്ള മാഗിയും ഒതന്റിക് IRA ഗ്രൂപ്പിലെ മെമ്പറാണ്. ഹെന്നസിക്ക് ആ കാര്യം അപ്പോഴും അറിവുണ്ടായിരുന്നില്ല. ഹെന്നസി വഴി പല വിവരങ്ങളും ശേഖരിക്കാനായിരുന്നു ഹെന്നസിയുടെ വെപ്പാട്ടിയായി അവൾ കഴിഞ്ഞിരുന്നത്. മാഗിയും മോട്ടോർ സൈക്കിളിൽ വന്ന വ്യക്തിയും ഒന്നിച്ച് ഒരു ഡബിൾ ഡെക്കർ ബസ്സിൽ അവരൊരു സ്ഫോടനം നടത്തുകയാണ്. 16 സാധാരണക്കാരായിരുന്നു ആ സ്ഫോടനത്തിൽ കൊല്ലപ്പെട്ടത്. ഹെന്നസിയെ അത് കൂടുതൽ പ്രതിരോധത്തിലാക്കുന്നുണ്ട്. അതോടെ ബ്രോംലിയിൽ നിന്നും ഹെന്നസിക്ക് വലിയ വാണിംഗ് ലഭിക്കുകയാണ്. ഹെന്നസിയുടെ ഫാം ഹൗസ് അടക്കം റെയ്ഡ് ചെയ്യും എന്നുള്ള ഭീഷണിയിൽ ഹെന്നസി ഒടുവിൽ പണ്ട് താൻ IRAയിൽ ഉണ്ടായിരുന്നപ്പോൾ തന്റെ കമാൻഡർ ആയിരുന്ന മഗ്രാത്ത് എന്ന വ്യക്തിയെ ചോദ്യം ചെയ്യാൻ നിർബന്ധിതനാകുന്നു. മഗ്രാത്തിനടുത്തെത്തിയ ഹെന്നസി തോക്ക് ചൂണ്ടി മഗ്രാത്തിനോട് ആരാണ് യഥാർത്ഥത്തിൽ സ്ഫോടനങ്ങൾക്ക് പിന്നിൽ എന്ന് ചോദിക്കുന്നുണ്ട്. മഗ്രാത്ത് പറഞ്ഞു, ചില ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനിൽ ഹെന്നസിയുടെ പൊളിറ്റിക്കൽ കരിയർ ഉയർത്തുവാൻ സ്ഫോടനങ്ങൾ നടത്തിയല്ലോ, അതിലൊന്നും വലിയ ഇമ്പാക്റ്റ് ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ കുറച്ച് റാഡിക്കൽ ഗ്രൂപ്പുകൾ IRAയിൽ നിന്ന് വിട്ടുമാറി നല്ല രീതിയിൽ പ്രഷർ ചെലുത്തുവാൻ സ്ഫോടനങ്ങൾ നടത്തുകയാണ് എന്നായിരുന്നു മഗ്രാത്ത് വ്യക്തമാക്കിയത്. അതൊക്കെ കേട്ട് ദേഷ്യം പിടിച്ച ഹെന്നസി മഗ്രാത്തിന്റെ കാലിൽ വെടിയുതിർത്തു. അറിയാവുന്ന കാര്യങ്ങൾ പൂർണ്ണമായി പറയുവാൻ മഗ്രാത്തിനോട് ഹെന്നസി പറയുകയാണ്. ആ സമയം മഗ്രാത്ത് കാര്യങ്ങൾ വെളിപ്പെടുത്തുന്നു. ഹെന്നസിയുടെ വെപ്പാട്ടിയായ മാഗിയും ഒതന്റിക് IRAയുടെ ഭാഗമാണെന്നും മാത്രമല്ല ഹെന്നസിയുടെ ഭാര്യ മേരി ഈ സ്ഫോടനങ്ങളിൽ അവരെ പിന്തുണച്ചിട്ടുണ്ടെന്നുമായിരുന്നു ഹെന്നസി നെട്ടലോട് തിരിച്ചറിയുന്നത്. പണ്ട് സഹോദരന്റെ മരണത്തിന് പ്രതികാരം തീർക്കാത്തതുകൊണ്ട് ഹെന്നസിയോടുള്ള പക മേരി വീട്ടുകയായിരുന്നു. ആ വിവരങ്ങളൊക്കെ അറിഞ്ഞതും ഹെന്നസിയുടെ രോഷം ആളിക്കത്തിയിരുന്നു. മഗ്രാത്തിനെ വെടിവെച്ച് ഹെന്നസി കൊന്നുകളഞ്ഞു. മറുവശത്ത് ഹെന്നസിയുടെയും മറ്റും നിർദ്ദേശപ്രകാരം കുവാനെ തിരഞ്ഞുപോയ മോറിസൺ കുവാന്റെ സങ്കേതത്തിലേക്ക് എത്തിച്ചേരുന്നുണ്ട്. അവിടെ വെച്ച് കുവാനും മോറിസണും തമ്മിൽ ഒരു ഫൈറ്റ് അരങ്ങേറുന്നു. ശക്തമായ ഫൈറ്റിനൊടുവിൽ മോറിസണ് മേൽ കുവാൻ മേൽക്കൈ നേടി. മോറിസനെ കുവാൻ ബന്ദിയാക്കി. പിന്നാലെ സ്ഫോടനം നടത്തിയ ആളുകളുടെ പേരറിയാവുന്ന മോറിസണിൽ നിന്ന് തന്നെ അതാരൊക്കെയെന്ന് കുവാൻ തിരിച്ചറിയുകയാണ്. മകൾ ഫാനിന്റെ കൊലപാതകത്തിന് കാരണക്കാരൻ പാട്രിക് റെയ്ലി എന്ന ഒതന്റിക് IRA മെമ്പറാണെന്നും കുവാൻ മനസ്സിലാക്കുന്നു. മറുവശത്ത് മാഗിയാകട്ടെ തന്റെ അടുത്ത നീക്കത്തിലായിരുന്നു. ഒരു ജേർണലിസ്റ്റിനെ അവൾ വശീകരിച്ചു. അവർ ഹോട്ടലിലെത്തി ഇന്റിമേറ്റായി. ആ ജേർണലിസ്റ്റിന് അടുത്ത ദിവസം VIP-കൾ സഞ്ചരിക്കുന്ന ഫ്ലൈറ്റിൽ യാത്ര ചെയ്യാനുള്ള അവസരമുണ്ടായിരുന്നു. പിറ്റേന്ന് പുലർച്ചെ തന്നെ ജേർണലിസ്റ്റ് കുളിക്കാൻ കയറിയപ്പോൾ മാഗി ജേർണലിസ്റ്റിന്റെ ലാപ്ടോപ്പ് ബാറ്ററി മാറ്റി അതിൽ ബോംബടങ്ങിയ മറ്റൊരു ബാറ്ററി വെച്ചു. മോറിസണിൽ നിന്ന് വിവരവും ബോംബ് വെച്ചവരുടെ ലൊക്കേഷനും കിട്ടിയതോടെ കുവാൻ അങ്ങോട്ടേക്ക് ചെല്ലുകയാണ്. ഗ്യാസ് ടെക്നീഷ്യന്റെ വേഷത്തിൽ അവരുടെ അപ്പാർട്ട്മെന്റിലേക്ക് കുവാൻ കടന്നു കയറി. പിന്നെ പറയണ്ടല്ലോ, അവിടെ ശക്തമായൊരു ഫൈറ്റ് അരങ്ങേറുന്നു. ഷൂട്ടൌട്ടുകളും ഫൈറ്റിംഗ് നീക്കങ്ങൾക്കും ഒക്കെ ഒടുവിൽ അവിടെയുള്ള ആളുകൾ
ആളുകളെ മുഴുവൻ കുവാൻ വകവരുത്തുകയാണ്. ഒടുവിൽ ബാക്കിയായത് മാഗി മാത്രമായിരുന്നു. മാഗിയെ കുവാൻ കൊന്നില്ല. ശേഷം അവിടെ നിന്നും കുവാൻ തിരികെ പോന്നു. പിന്നാലെ പോലീസ് സംഘം ആ കെട്ടിടത്തിലേക്ക് എത്തിച്ചേരുകയാണ്. അവരെത്തുമ്പോൾ കാണുന്നത് ഒതന്റിക് IRA ഗ്രൂപ്പിലെ തീവ്രവാദികൾ കൊല്ലപ്പെട്ട് കിടക്കുന്നതും മാഗി അവശതയിൽ ഒരു മൂലയിൽ ഇരിക്കുന്നതുമായിരുന്നു. മൂന്നാമതൊരു സ്ഫോടനം നടക്കാൻ പോകുന്നു എന്ന് തിരിച്ചറിഞ്ഞ ഉദ്യോഗസ്ഥർ മാഗിയോട് മൂന്നാമത്തെ ബോംബിനെ പറ്റി അന്വേഷിക്കുകയാണ്. പക്ഷേ മാഗി പോലീസിനെ പുച്ഛിക്കുകയും ഒന്നും പറയുകയും ചെയ്യുന്നില്ല. പക്ഷേ മാഗിയെ ഒരുപാട് ടോർച്ചർ ചെയ്ത് ബോംബ് എവിടെയാണുള്ളത് എന്ന് പോലീസ് തിരിച്ചറിയുന്നു. ഇതേ സമയം ഒന്നും അറിയാതെ ജേർണലിസ്റ്റ് ആകട്ടെ എയർപോർട്ടിൽ ലാപ്ടോപ്പുമായി ഇരിക്കുകയായിരുന്നു. വൈകാതെ പോലീസ് സംഘം അങ്ങോട്ടേക്ക് പാഞ്ഞെത്തി ജേർണലിസ്റ്റിന്റെ കയ്യിൽ നിന്നും ലാപ്ടോപ്പ് കരസ്ഥമാക്കി സിവിലിയൻസിന് പരിക്കൊന്നും പറ്റാത്ത രീതിയിൽ അതൊരു ജെറ്റ്വേയിലേക്ക് എറിഞ്ഞ് സ്ഫോടനം സംഭവിപ്പിച്ചു. നല്ല രീതിയിലൊക്കെ കഴിഞ്ഞതും പൂർണ്ണമായും എല്ലാം എലിമിനേറ്റ് ചെയ്ത് അവസാനിപ്പിച്ചേക്കാൻ പോലീസ് ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം ലഭിക്കുകയാണ്. അതോടെ മാഗിയെയും പോലീസ് തന്നെ വെടിവെച്ചു കൊന്നു. മറുവശത്ത് മോറിസൺ തിരികെ ഹെന്നസിയുടെ മുമ്പിലേക്ക് എത്തിച്ചേർന്നിരുന്നു. മോറിസണും തന്റെ ഭാര്യ മേരിയും തമ്മിലുള്ള ബന്ധം മനസ്സിലാക്കിയ ഹെന്നസി കാര്യങ്ങൾ കൂടുതൽ വഷളാവാതിരിക്കുവാൻ മോറിസണോട് തിരികെ ന്യൂയോർക്കിലേക്ക് പൊക്കോളാൻ ആവശ്യപ്പെടുന്നു. പക്ഷേ അതിനു മുമ്പ് മോറിസൺ ഒരു കാര്യം ചെയ്യണം. തന്നെ ചതിച്ചതിന് മോറിസണും കൂടിയുള്ള ശിക്ഷയാണത്. മോറിസൺ തന്റെ ഭാര്യയായ തന്നെ പിന്നിൽ നിന്ന് കൊത്തിയ സ്ഫോടനത്തിന്റെ മേജർ തലയായ തന്റെ ഭാര്യയെ അങ്ങ് തട്ടിയേക്കണം. തന്റെ ജീവൻ നിലനിൽക്കണമെങ്കിൽ ഹെന്നസിയുടെ വാക്ക് കേൾക്കാതിരിക്കാൻ മോറിസൺ ആവുമായിരുന്നില്ല. മേരിയുടെ ഇടത്തേക്ക് മേരിയെ കാണാനെത്തിയ മോറിസൺ വൈകാതെ മേരിയെ കൊന്നുകളയുകയാണ്. വൈകാതെ ബ്രിട്ടീഷ് പൊളിറ്റീഷ്യൻ കാതറിൻ ഡേവിസിൽ നിന്നും ഹെന്നസിക്ക് ഫോൺ കോൾ വരുന്നു. മാഗി ടാർഗറ്റ് ചെയ്ത പ്ലെയിനിൽ അന്ന് കാതറിൻ സഞ്ചരിക്കാനിരുന്നതായിരുന്നു. പക്ഷേ ആ അപകടത്തിൽ നിന്നും കാതറിൻ രക്ഷപ്പെട്ടു. ഹെന്നസിക്കതിൽ പങ്കുണ്ട് എന്ന് ചിന്തിച്ച കാതറിൻ അതിന് ഹെന്നസിയോട് നന്ദി പറഞ്ഞു. പക്ഷേ പിന്നാലെ ഞെട്ടിക്കുന്നൊരു കാര്യം കൂടി കാതറിൻ ഹെന്നസിയോട് പറയുകയാണ്. ബ്രോംലിയുടെ പക്കൽ മാഗിയുമായുള്ള ഹെന്നസിയുടെ അഫെയറിന്റെ തെളിവുകളുണ്ടെന്നും അതുകൊണ്ട് ഹെന്നസി ഒരുപാട് കുരയ്ക്കാതെ തന്റെ അധികാരത്തിന് കീഴിൽ നിശബ്ദമായി നിന്നോളണം എന്ന ഒരു ഭീഷണിയുമായിരുന്നു അത്. തന്റെ അധികാരം നിലനിർത്തുവാൻ ബ്രിട്ടീഷ് ഗവൺമെന്റിന്റെ കീഴിൽ മിണ്ടാതിരിക്കുവാനേ ഹെന്നസിക്ക് സാധിക്കുമായിരുന്നുള്ളൂ. പക്ഷേ അധികം വൈകാതെ കുവാൻ ഹെന്നസിയുടെ മുമ്പിലേക്ക് എത്തിച്ചേരുകയാണ്. ഹെന്നസിയും മാഗിയും തമ്മിലുള്ള ബന്ധം സ്ഥാപിക്കുന്ന ഫോട്ടോ കുവാന്റെ കൈവശമുണ്ടായിരുന്നു. ഹെന്നസി മാഗിയെ ചുംബിക്കുന്ന ചിത്രം. അത് ഹെന്നസിയെ കാണിച്ച കുവാൻ തെറ്റ് ചെയ്തവർ ശിക്ഷ അനുഭവിക്കണമെന്നും ഹെന്നസി തന്നെ അത് ഓൺലൈനിൽ അപ്ലോഡ് ചെയ്യണം എന്നും പറഞ്ഞ് ഭീഷണിപ്പെടുത്തുകയാണ്. ഭീതി കൊണ്ട് ഹെന്നസിക്ക് അത് ചെയ്യേണ്ടി വരുന്നു. ഹെന്നസിയുടെ പൊളിറ്റിക്കൽ കരിയറും ജീവിതവും അതോടെ ഇല്ലാതാവുകയായിരുന്നു. തന്റെ മക്കൾക്കെതിരെ പ്രവർത്തിച്ച് തീവ്രവാദ ആക്രമണം നടത്തിയ ഏവരും അതിനോടകം ശിക്ഷിക്കപ്പെട്ടു കഴിഞ്ഞു എന്ന് കുവാൻ പൂർണ്ണമായും മനസ്സിലാക്കുന്നു. കുവാൻ തിരികെ തന്റെ റെസ്റ്റോറന്റിലേക്ക് എത്തി. അവിടെ മറ്റൊരു ഏജന്റിന്റെ സഹായത്തോടെ ബ്രോംലി കുവാനെ നിരീക്ഷിക്കുന്നുണ്ടായിരുന്നു. നടന്ന സംഭവങ്ങളിലെ കുവാന്റെ പങ്ക് പൂർണ്ണമായും ബ്രോംലിക്ക് അറിയുകയും ചെയ്യാമായിരുന്നു. കുവാൻ തിരിച്ചെത്തിയത് കണ്ടതും ഏജന്റ് ബ്രോംലിയെ വിവരമറിയിച്ചു. പക്ഷേ കുവാനെ വേറൊന്നും ചെയ്യണ്ടെന്നും അയാളെ നിരീക്ഷിച്ചാൽ മാത്രം മതി എന്നായിരുന്നു ബ്രോംലി ഏജന്റിന് നിർദ്ദേശം കൊടുത്തത്. അങ്ങോട്ടേക്ക് ആ സമയം ലാമും കടന്നുവന്നു. കുവാൻ തിരിച്ചു വന്ന സന്തോഷത്തിൽ ലാം കുവാനെ കെട്ടിപ്പിടിച്ചു, ചുംബിക്കുകയും ചെയ്തു. അവരൊന്നിച്ച് സന്തോഷത്തോടെ ജീവിക്കുമെന്ന സൂചനകളോടെ ചലച്ചിത്രം അവസാനിക്കുകയാണ്. നിങ്ങൾക്ക് ഈ കഥ ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക. അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റുകളിൽ രേഖപ്പെടുത്തുക. കഴിയുമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും കൂട്ടുകാർക്ക് ഷെയർ ചെയ്തു കൊടുത്തും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. മറ്റൊരു എപ്പിസോഡിൽ മറ്റൊരു മികച്ച ചലച്ചിത്രവുമായി നമുക്ക് കണ്ടുമുട്ടാം. അതുവരെ ബൈ.